ആസന്ന ഭാവിയിലെ അസ്വാരസ്യങ്ങൾ. കഥ, രചന സിന്ധുഗാഥ. കിനാവള്ളിയിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നായിരുന്നു കൈവിട്ടൊരു വിചിത്ര ലോകത്തേക്ക് മൂക്കും കുത്തി വീണത്. അവിടത്തെ കാഴ്ചകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒപ്പം നടുക്കവും. നടുക്കത്തിൻ്റെ വക്കിൽ നിന്നും കയറി വരുന്നതിനു മുമ്പേ ഒന്നിനു പുറകെ ഒന്നായി കാഴ്ചശീവേലികൾ. പന്തം കണ്ട പെരിച്ചാഴി കണക്കെ നിൽക്കുന്ന തോളിലൊരു സ്പർശനം. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അടയ്ക്കക്കുരുവിയായിരുന്നത്. എന്തൊരു ധൈര്യത്തിലാ വന്നെൻ്റെ തോളിലിരുന്നത്. പോരാത്തതിന് എന്നോടൊരു ചോദ്യം. ഇവിടെ ഒന്നും കണ്ടില്ലാലോ, ഏത് ഗ്രഹത്തിനാ? ഒരുവിധം ഞെട്ടൽ മറച്ചു പിടിച്ച് ഉത്തരം നൽകുമ്പോഴും ശബ്ദത്തിലെ ഇടർച്ചയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭൂമിയിലെ മനുഷ്യനാണ്. എങ്ങനെ ഇവിടെ എത്തി എന്ന് എനിക്കറിയില്ല. എന്തായാലും സൂക്ഷിച്ചോളൂ. ഇവിടെ ഇത്തരം രൂപങ്ങൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇവിടെ ഉള്ളവരുടെ അടിമകളാ അവരെല്ലാം. ഇതുകൂടെ കേട്ടതും ഭയത്തിൻ്റെ കൊടുമുടിയിലെത്തി. പെട്ടെന്ന് തന്നെ അടുത്തു കണ്ട ബ്രഹ്മാണ്ഡമായ മരമുത്തശ്ശൻ്റെ പിറകിലേക്ക് ഒതുങ്ങി നിന്ന് പരിസരം വീക്ഷിക്കാൻ തുടങ്ങി. നഗ്നരായി തെരുവിലൂടെ അലയുന്ന മനുഷ്യർ, അല്ല മനുഷ്യക്കോലങ്ങൾ, അങ്ങനെ വിളിക്കുന്നതായിരിക്കും കൂടുതൽ ചേർച്ച. വീതിയിലൂടെ തലയെടുപ്പോടെ നീങ്ങുന്ന ശുനകപ്രമാണികളെ നോക്കി പകച്ചോടുന്നവർ. ഇഷ്ടമുള്ളത് കണ്ടാൽ കടിച്ചു കീറും പോലും. അതാ വേറൊരു കൂട്ടർ. മുകളിലെ പ്രമാണിമാരുടെ എതിർകക്ഷിയിലെ നേതാക്കളാണ് പോലും. അവരെ മാർജാരന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എവിടെ വെച്ചവർ കണ്ടുമുട്ടിയാലും കടിച്ചു കീറും. പരസ്പരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒളിച്ചും പാത്തും പിന്നെ എത്തിച്ചേർന്നതൊരു ചന്തക്കവലയിലാണ്. ദാഹിച്ചു വലഞ്ഞ് ഞാൻ അടുത്തു കണ്ട ലോട്ടറി വിൽപ്പനക്കാരനായ ഒരു വയസ്സൻ കാകനോട് പതിയെ ചോദിച്ചു, ദാഹിക്കുന്നു, കുടിക്കാനുള്ള വെള്ളം എവിടെ കിട്ടും? മൂക്കിന്മേലുള്ള കട്ടിക്കണ്ണടയുടെ മുകളിലൂടെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, വെള്ളമോ? ഇവിടെയോ? എന്നിട്ടൊരു നീട്ടി മൂളലും. പിന്നെ അതിലെ പോകുന്ന ഒരു അണ്ണാരക്കണ്ണനോടായി എന്നെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇവർക്ക് എന്തേലും കുടിക്കാനായി നൽകൂ. ചിരിച്ചുകൊണ്ട് അവൻ ഓടിപ്പോയി ഒരു ചില്ലുകോപ്പയിൽ നിറയെ ചുവന്ന നിറമുള്ള പാനീയവുമായി വന്നെൻ്റെ നേർക്കു നീട്ടി. ദാഹിച്ചു വലഞ്ഞ ഞാൻ ആർത്തിയോടെ അത് വാങ്ങി ഒരു കവിൾ വായിലാക്കിയതും ഞെട്ടിപ്പോയി. വായിലുള്ളത് ചുടുചോരയാണെന്നുള്ള സത്യം കുടിക്കാനും വയ്യ, കുടിക്കാതിരിക്കാനും വയ്യ. അപ്പോഴാണ് സത്യമറിഞ്ഞത്. അവിടെ കുടിവെള്ളത്തിന് പകരം മനുഷ്യരക്തമാണ് പോലും ദാഹശമനിയായി ഉപയോഗിക്കുന്നത്. വീണ്ടും നടന്നു, എങ്ങോട്ടെന്നില്ലാതെ, എന്തെന്നറിയാതെ, ഇനി എന്തു കാണുമെന്നറിയാതെ, വിങ്ങുന്ന ഒരു മനസ്സുമായി. പിന്നെ എത്തിച്ചേർന്നത് മാംസങ്ങൾ വിൽക്കുന്ന ഒരു തെരുവിലായിരുന്നു. അവിടെ കണ്ട കാഴ്ച അതിലും ഭയാനകം. മനുഷ്യ മാംസങ്ങൾ വിൽക്കുന്ന അറവുശാലകൾ. ചെറുതും വലുതുമായ മനുഷ്യരുടെ മാംസങ്ങൾ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. മാംസം വെട്ടുന്ന വെട്ടുകത്തിയുമായി നിൽക്കുന്ന കാളക്കൂറ്റന്മാർ. അവരുടെ നോട്ടം തന്നെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അവരുടെ കയ്യിലെങ്ങാനും അകപ്പെട്ടാൽ തീർന്നു. അതോടെ ഞാനും അതുപോലെ തലകീഴായി. ഓർത്തപ്പോൾ തന്നെ ശരീരമാസകലം തളർന്നു പോകുന്നത് പോലെ തോന്നി. പതിയെ അവിടെ നിന്നും പാത്തും പതുങ്ങിയും നടന്നു നീങ്ങി. കളകളാരവത്തോടെ ഒഴുകുന്ന തെളിനീരുള്ള അരുവിക്കരയിലെ ഒരു മരത്തണലിലിരുന്ന എൻ്റെ അടുത്തൊരു ചുവന്ന കണ്ണുള്ള ഒരു പച്ച പ്രാവ് വന്നിരുന്നു. ആദ്യമൊക്കെ പേടിച്ചുവെങ്കിലും പിന്നീട് ആ പേടി ഇല്ലാതാവുകയും നല്ല കൂട്ടുകാരായി മാറുകയും ചെയ്തു. അവളിൽ നിന്നാണ് അവിടുത്തെ കുറേ ആചാരങ്ങളെക്കുറിച്ചറിഞ്ഞത്. അന്ത്യകൂദാശയോ അന്ത്യകർമ്മങ്ങളോ മരണാനന്തര കർമ്മങ്ങളോ ചെയ്യാതെ നരഭോജികൾക്കായി വലിച്ചെറിഞ്ഞു കൊടുക്കപ്പെടുന്നവ. അതുമല്ലെങ്കിൽ വഴിയോരങ്ങളിലോ ഒഴിഞ്ഞ പറമ്പിലോ കുടിയെടുത്ത് മൂടപ്പെടുന്നവ. ഇതാണ് അവിടുത്തെ മനുഷ്യരുടെ ശവശരീരങ്ങളുടെ അവസ്ഥ. പുഴയുടെ അക്കരെ നിന്നും ഉയരുന്ന പുകച്ചുരുളുകൾ നോക്കി എന്നോട് അവൾ പറഞ്ഞു, അത് മരണപ്പെട്ട പൂച്ചപ്പെണ്ണിനെ അടക്കം ചെയ്യുന്ന കർമ്മങ്ങൾ നടക്കുന്നതാണെന്ന്. നാട്ടിലെയും കാട്ടിലെയും സകല മൃഗാദികളും പങ്കെടുക്കുന്ന ചടങ്ങ്.
അവിടുത്തെ പ്രസിദ്ധയായ പൂച്ചപ്പെണ്ണിൻ്റെ ശവസംസ്കാര ചടങ്ങ്. ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ചോരക്കണ്ണൻ കഴുകനാണത്രേ. പെട്ടെന്ന് തൻ്റെ ചുറ്റിലും ചെന്നായ്ക്കൾ വട്ടമിട്ട് നിൽക്കുന്നു. ചോരയിറ്റ് വീഴുന്ന നാക്കുകൾ നീട്ടി ക്രൗര്യം തുളുമ്പുന്ന കണ്ണുകളോടെ, കൊതിയോടെ, ആർത്തിയോടെ അവറ്റകൾ പാഞ്ഞു നടക്കുന്നു. കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും ഭയത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും കാലിടറി വീഴുന്നു. ഇരുണ്ട അന്തരീക്ഷത്തിലൂടെ താഴോട്ട് കൈകാലിട്ടടിക്കുന്നുണ്ട്. രക്ഷിക്കാനായി ആരെങ്കിലും വരുമെന്ന പ്രത്യാശയിൽ അലറി വിളിക്കുന്നുണ്ട്. ശബ്ദം തൊണ്ടയിൽ തന്നെ കുരുങ്ങി ശ്വാസം മുട്ടുന്നു. അവസാനം മനസ്സിലാകുന്നു, ഇല്ല, ആരുമില്ലിവിടെ രക്ഷയ്ക്കായി. മരണം മുന്നിൽ നിന്ന് പല്ലിളിച്ച് കാണിക്കുന്നു. അതെ, എല്ലാം അവസാനിക്കുന്നു. പക്ഷേ ആ വീഴ്ചയിൽ ഒന്നും സംഭവിച്ചില്ല. അതിശയത്തോടെ കണ്ണു തുറന്നു ചുറ്റിലും നോക്കിയ ഞാൻ, അതെ, ആശുപത്രിയിൽ എനിക്കായുള്ള മുറിയിൽ കട്ടിലിൽ ട്യൂബുകളുടെയും യന്ത്രങ്ങളുടെയും നടുവിലാണ് കിടക്കുന്നത്. ആ കിടപ്പിലും വല്ലാത്തൊരു ആശ്വാസം തോന്നി. അപ്പോഴും അസഹ്യമായ വിശപ്പും ദാഹവും അതിലേറെ വേദനയും എന്നെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. സിന്ധു ഗാഥ. സിന്ധു എന്നത് സ്വന്തം പേരും ഗാഥ എഴുതാനായി കടം കൊണ്ട പേരും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ജനനം. പട്ടാഞ്ചേരി നായർ വീട്ടിൽ പരേതനായ രവീന്ദ്രൻ നായരുടെയും മേച്ചേരി പങ്കജാക്ഷിയുടെയും മകൾ. പഠിച്ചതും വളർന്നതും പാലക്കാട്ട്. ഇപ്പോൾ താമസം ഭർത്താവ് ഷൈജുവും മകൾ അലീറ്റയുമൊത്ത് ബാംഗ്ലൂരിൽ. എഴുത്തും വായനയുമൊക്കെ പെരുത്തിഷ്ടമാണ്. ചെറിയ കുത്തിക്കുറിക്കലുകൾ നടത്താറുണ്ട്.